തിന്മ ആർക്കും പ്രചരിപ്പിക്കാൻ കഴിയും. പക്ഷേ നന്മ സിദ്ദീഖീങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ മാത്രമേ ലോകത്ത് പ്രചരിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയാൻ കാരണം. ഇവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട മഹാന്മാരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നേരായ വഴിയിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മഹിതമായ പ്രസ്ഥാനം രംഗത്ത് വന്നുവെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും പ്രത്യയശാസ്ത്രമാണെങ്കിലും ജനങ്ങളിൽ സ്വീകാര്യതയുള്ള ആളുകൾ നിമിത്തമല്ലാതെ അത് ജനം കയ്യേൽക്കുകയില്ല. ഇവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ കാണേണ്ടത്. ഒന്ന് മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ, ഒന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഈ രണ്ടാളുകളും മലബാറിന്റെ ഇന്നത്തെ ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നവോധയായി നിൽക്കുന്ന കാർമ്മിക രംഗവും വിശ്വാസ രംഗവും ഇങ്ങനെ പരിലസിച്ച് നിൽക്കുന്ന മലബാറിന്റെ ഇന്ന് കാണുന്ന മനോഹരമായ ഈ ഉദ്യാനഖചിതമായ ഈ മനോഹാരിതയുടെ അസ്ഥിവാരം ഈ രൂപത്തിൽ രൂപപ്പെട്ടു വരുന്നതിൽ പ്രധാനപ്പെട്ട കണ്ണി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളും മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ആണെന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ടാളുകളുടെയും പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രത്യേകത എന്തെന്നാൽ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളുടെ പ്രത്യേകത അദ്ദേഹം സമൂഹത്തിലെ സകലമാന തലത്തിലുള്ള ആളുകളുമായും ബന്ധമുള്ള സ്വീകാര്യനായ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ മഹത്വം കാരണം ബ്രിട്ടീഷ് അധികാരികൾ പോലും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം. എന്ന് മാത്രമല്ല, കോഴിക്കോട് മുതൽ കണ്ണൂർ അടക്കം മംഗലാപുരം വരെയുള്ള അക്കാലത്തെ മുസ്ലിം മഹല്ലുകളുടെ ഖാളി കൂടിയായിരുന്നു മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ. ആ നിലക്ക് വടക്കൻ മലബാറിൽ അദ്ദേഹം ഏറെ സ്വീകാര്യനായിരുന്നു. തെക്കൻ മലബാറിന്റെ കാര്യം, മധ്യ മലബാറിന്റെ കാര്യം ഒട്ട് പറയുകയും വേണ്ട. അതായത് കോഴിക്കോട് മുതൽ പൊന്നാനി വെളിയങ്കോട് മുതൽ ഒരു ഭാഗത്തും കോഴിക്കോട് മുതൽ കാസർഗോഡ് മംഗലാപുരം വരെ മറ്റൊരു ഭാഗത്തുമുള്ള വിശാലമായി നീണ്ടുകിടക്കുന്ന ആളുകൾ ഏറ്റവും തിങ്ങി താമസിക്കുന്ന മലബാറിക മുസ്ലിം പ്രവിശ്യകളിൽ ഏതൊരു ആൾക്കും, സാധാരണ ഗ്രാമീണനാണെങ്കിലും കർഷകനാണെങ്കിലും കച്ചവടക്കാരനാണെങ്കിലും ഇനി ഉന്നതനായ സമ്പന്നനോ മറ്റുള്ളവരോ ആണെങ്കിൽ പോലും ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത വിധം എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ആളായിരുന്നു വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ. അതിന് പുറമെ 920 കാലഘട്ടങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായി അറിയാം. 921 മാപ്പിള ലഹള ഉണ്ടാകുന്നതോടനുബന്ധിച്ച് മലബാറിലെ പല പണ്ഡിതന്മാരെയും നാട് കടത്തപ്പെടുകയോ കൊല്ലപ്പെടുകയോ മറ്റുമൊക്കെ ചെയ്ത സാഹചര്യത്തിൽ വളരെ ഭയാനകമായ സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് അപൂർവമായി ചില തറവാടുകളിൽ മാത്രമാണ് ബ്രിട്ടീഷുകാർ കൈവക്കാതെ പോയിട്ടുള്ളത്. അത് ഒന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളുടെ തറവാടും അപ്രകാരം തന്നെ കോഴിക്കോട് പുതിയങ്ങാടി സാദാത്യങ്ങളുടെ തറവാടുമാണ്. ഈ രണ്ട് സാദാത്യങ്ങളുടെയും ഒരു ബന്ധവും അവരുടെ നേതൃത്വവുമാണ് ആ കാലഘട്ടത്തിൽ ഇടയന്മാരില്ലാത്ത ആട്ടിൻപറ്റം എന്ന് പറയപ്പെടുന്ന സാഹചര്യമായിരുന്നു അന്ന് മലബാറിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അനവധി മഹല്ലുകളുടെ ഖാളികളായ ആളുകളെ വരെ പിടിച്ചു കൊണ്ടുപോയി. 10, 20, 30 മഹല്ലുകളിൽ ഖാളികളായ ആളുകളെ ബ്രിട്ടീഷുകാർ പിടിച്ചു കൊണ്ടുപോയി അന്തമാനിലേക്ക് ചിലരെ നാട് കടത്തി, ചിലരെ തൂക്കിക്കൊന്നു, ചിലർ എവിടെയാണ് എന്നതിന് ഇപ്പോഴും തിട്ടവും കണക്കുമില്ല. ആ രൂപത്തിലായിരുന്നു ഇസ്ലാമിക രംഗം ഉണ്ടായിരുന്നത്. അനവധി പള്ളികളിലെ ദർസുകളും മറ്റും നിർത്തൽ ചെയ്തു. മദ്രസ സംവിധാനങ്ങളാകട്ടെ ഈ കാലഘട്ടത്തിലെ പോലെ അന്ന് കാര്യക്ഷമമായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന ഏകാധ്യാപക വിദ്യാലയവും ഓത്തുപള്ളികളും മാത്രമായിരുന്നു. അതിനൊന്നും നേതൃത്വം കൊടുക്കാൻ കെൽപ്പുള്ള ആളുകൾ മലബാറിൽ ഇല്ലാത്ത സാഹചര്യം. ബ്രിട്ടീഷ് അധികാരികളും പോലീസും അവരുടെ ഒത്താശയോടുകൂടെ ചില മാപ്പിള ശിപ്പായികളുമെല്ലാം നാട് ചുറ്റുന്ന കാലഘട്ടം. മാത്രമല്ല, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തി മുസ്ലിം സമുദായത്തെ ഭത്സിക്കാനും ഉപദ്രവിക്കാനും അവരുടെ ഈമാനികമായ മഹത്വത്തെ കെടുത്തിക്കളയാനും കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തിയ കാലഘട്ടത്തിൽ ശക്തമായ ആളുകളുടെ നേതൃത്വം അനിവാര്യമായിരുന്നു. അവിടെ വളരെ കുറഞ്ഞ ആളുകളാണ് മലബാറിലെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയത്. ആ രൂപത്തിൽ എടുത്തു പറയേണ്ട അപൂർവമായ ചില ആളുകളുണ്ട്. രാഷ്ട്രീയ രംഗത്തെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ. പക്ഷെ അദ്ദേഹത്തിന് മതപരമായ കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല.